എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കെട്ടിടത്തിന് നമ്പർ ഇട്ട് കിട്ടുവാൻ കേസ്മാർട്ടിൽ ചെയ്യേണ്ടുന്ന ഓൺലൈൻ പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. ദിവസേന ധാരാളം പേർ കമൻറ്റിൽ ചോദിച്ചു കൊണ്ടിരുന്നൊരു വീഡിയോ ആണിത്. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേസ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടുന്നതുണ്ട്. നേരത്തെയൊക്കെ ഇതിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ബിൽഡിംഗ് ഉടമയുടെ ആധാർ ഉപയോഗിച്ച് ഉടമയുടെ പേരിൽ തന്നെ രജിസ്ട്രേഷൻ എടുത്ത് ലോഗിൻ ചെയ്ത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. രജിസ്റ്റർ ചെയ്ത ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് OTP കൊടുത്ത് ലോഗിൻ ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലാണ് എത്തിച്ചേരുക. ഇവിടെ നമ്മൾ മൈ ആപ്ലിക്കേഷനാണ് ആദ്യം കാണുക. ഇവിടെ ബിൽഡിങ്ങിന് നമ്പർ ഇട്ട് കിട്ടാൻ അപേക്ഷിക്കുന്നതിന് വേണ്ടി ന്യൂ ആപ്ലിക്കേഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി ടാക്സ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് അസസ്മെൻറ്റ് സർവീസ് എന്ന് കാണാം. ആ അസസ്മെൻറ്റ് സർവീസിൻ്റെ മുകളിലായിട്ടൊരു പ്ലസ് ചിഹ്നവുമുണ്ട്. ആ പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കവിടെ ടാക്സ് അസസ്മെൻറ്റ് എന്ന് കാണാം. ആ ടാക്സ് അസസ്മെൻറ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമുക്ക് ന്യൂ ടാക്സ് അസസ്മെൻറ്റ് എന്ന് കാണാം. അവിടെ വീണ്ടും പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ നമുക്കിവിടെ ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്ന ലോക്കൽ ബോഡിയും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. ആദ്യം ജില്ല തിരഞ്ഞെടുക്കണം. അതിനുശേഷം ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇതിലേതാണോ അത് തിരഞ്ഞെടുക്കണം. ഇതിലേതായാലും ഒരേ പ്രോസസ്സ് തന്നെയാണ് എല്ലാത്തിനും. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് ലോക്കൽ ബോഡിയും തിരഞ്ഞെടുത്ത് അതിനുശേഷം മെയിൻ ഓഫീസ്, സോണൽ ഓഫീസ് എന്നുള്ളത് മെയിൻ ഓഫീസ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വാർഡും തിരഞ്ഞെടുത്ത് അവിടെ കാണുന്ന സെർച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിൽഡിംഗ് നിലനിൽക്കുന്ന ലോക്കൽ ബോഡി തിരഞ്ഞെടുത്ത് ആ ഒരു പ്രോസസ്സ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ബിൽഡിംഗ് അഡ്രസ്സാണ് കൊടുക്കേണ്ടുന്നത് അടുത്തതായിട്ട്. ഇവിടെ ഇടത് സൈഡിൽ കാണുന്നതൊക്കെ ഇംഗ്ലീഷിലും വലത് സൈഡിൽ കാണുന്നത് മലയാളത്തിലും ഫില്ല് ചെയ്യണം. ഇടത് സൈഡിൽ കാണുന്നത് ആദ്യം വീട്ടുപേരാണ്, ബിൽഡിംഗ് നെയിം, അതേപോലെ സ്ട്രീറ്റ് നെയിം, ലൊക്കാലിറ്റി, മെയിൻ പ്ലേസ്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവയൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു അഡ്രസ്സ് കറക്റ്റായിട്ടങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെയൊക്കെ മലയാളത്തിലുള്ളത് വലത് സൈഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. മംഗ്ലീഷ് കീബോർഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം എടുത്തതിന് ശേഷം ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് മലയാളത്തിൽ കൺവേർട്ടായി വരും. അത് കോപ്പി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് ആഡ് അഡ്രസ്സ് കൊടുത്താൽ അതവിടെ സേവ് ആകുന്നതും നമുക്ക് കാണാം. തുടർന്ന് പ്രൊസീഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ഓണർ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും ഇൻഡിവിജ്വൽ എന്നും 2 കാറ്റഗറി ഉണ്ട്. അത് ഗിയർ ചെയ്ത് ഇൻഡിവിജ്വൽ വേണ്ടുന്നവർക്ക് അത് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ടുന്നവർക്ക് അത് ചെയ്യാം. ഞാനിവിടെ ഇൻഡിവിജ്വൽ കൊടുക്കുകയാണ്. അതിനുശേഷം ബിൽഡിങ്ങിൻ്റെ ഓണറുടെ പേരും കെയർ ഓഫും കൊടുക്കുക. തുടർന്ന് നമുക്ക് കൺട്രിയും സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഒക്കെ കൊടുക്കണം. തുടർന്ന് ലോക്കൽ ബോഡി, അതായത് ഈ ഓണർ ഇപ്പോൾ താമസിക്കുന്ന ആ ലോക്കൽ ബോഡിയാണ് ഇവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. ആ വാർഡും അവിടുത്തെ അഡ്രസ്സും, ഓണറുടെ അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ എല്ലാം കൊടുക്കണം. തുടർന്ന് ഏറ്റവും അവസാനം ഡു യു ഹാവ് ആധാർ നമ്പർ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ആധാർ നമ്പർ തന്നെയാണ് കൊടുത്തു പോകേണ്ടുന്നത്. അതില്ലെങ്കിൽ നോ കൊടുത്തതിന് ശേഷം പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID തുടങ്ങിയ ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ ആധാർ നമ്പർ തന്നെ കൊടുത്തിട്ട് അതിൻ്റെ നമ്പർ കൊടുത്താണ് പോകേണ്ടുന്നത്. ഇവിടെ ഇമെയിൽ IDയും മൊബൈൽ നമ്പരും ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ID കമ്പൽസറി അല്ലെങ്കിലും മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കണം. അതിലേക്കാണ് OTP അവസാനം വരുന്നത്. ഇവിടെ നീല സ്റ്റാർ കൊടുത്തിരിക്കുന്നതെല്ലാം കമ്പൽസറി ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് കൊടുക്കണം. തൊട്ട് താഴെ അത് സേവായി വരുന്നതും കാണാം. അവിടെ കാണുന്ന 3 വരയിൽ പ്രസ് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. തുടർന്നും അങ്ങോട്ട് ഈ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ബിൽഡിങ്ങിന് അല്ലെങ്കിൽ വീടിന് ഒന്നിലധികം ഓണർമാർ, ഉടമസ്ഥരുണ്ടെങ്കിൽ മുകളിൽ ആഡ് മോർ കാണാം. അതിൽ പ്രസ് ചെയ്ത് ഇപ്പോൾ കൊടുത്തതുപോലെ ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത് ഇതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്ത് വരികയും ചെയ്യും. അതിനുശേഷം അവിടെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ലൈസൻസി ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടുന്നത്. രജിസ്റ്റേർഡ് എഞ്ചിനീയറുടെ ലൈസൻസ് നമ്പരും രജിസ്റ്റർ നമ്പരും അതേപോലെ തന്നെ പേരും ടൈപ്പ് ഓഫ് ലൈസൻസ്, എഞ്ചിനീയറാണോ സൂപ്പർവൈസറാണോ തുടങ്ങിയ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിന്നും അനുയോജ്യമായി തിരഞ്ഞെടുത്ത് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ സേവ് കൊടുത്തതിന് ശേഷം അവിടെ കാണുന്ന പ്രൊസീഡിൽ പ്രസ് ചെയ്തും വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് കെട്ടിടം, ബിൽഡിംഗ് നിലനിൽക്കുന്ന ലാൻഡിൻ്റെ സർവേ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ
വില്ലേജ് ആദ്യം തിരഞ്ഞെടുത്ത് കൊടുക്കണം. സർവേ നമ്പരും റീസർവേ നമ്പരും കൊടുക്കണം. സർവേ നമ്പർ ഇല്ലെങ്കിൽ റീസർവേ നമ്പർ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്താലും മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് ടൈപ്പ് എന്നുള്ളിടത്ത് നിലവുമുണ്ട്. നിലം വെറ്റ്ലാൻഡും അതേപോലെ ഡ്രൈ ലാൻഡ് പുരയിടമുണ്ട്. ഏതാണെന്ന് വെച്ചാൽ അനുയോജ്യമായി തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതുപോലെ തന്നെ പ്ലോട്ട് ഏരിയ 6ലാണ് വരുന്നത്. ഇതെല്ലാം നമ്മളുടെ കരമുടക്ക് രസീത് ലാൻഡ് ടാക്സിൽ ഇതെല്ലാം കൃത്യമായിട്ടുണ്ടാകും. അത് അതേപോലെ കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ഒന്നിലധികം സർവേ നമ്പറിലാണ് ബിൽഡിംഗ് നിൽക്കുന്നതെങ്കിൽ ആഡ് മോർ കൊടുത്ത് അവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. താഴെ ഇത് ലിസ്റ്റായി വരുന്നതും കാണാം. താഴെ വന്ന് വീണ്ടും നമ്മൾ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. ഇതും ലൈസൻസി ആണ്, എഞ്ചിനീയറാണ് ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നത്. പെർമിറ്റ് അപ്രൂവൽ ആയതിനു ശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനൊക്കെ അപേക്ഷിച്ചതിന് ശേഷമാണ് ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് എഞ്ചിനീയറിൽ നിന്ന് ലഭിച്ച കംപ്ലീഷൻ ഡേറ്റ്, അതുപോലെ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് നമ്പർ, ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് എന്നാണ് ലഭിച്ചത് ഡേറ്റ്, അതുപോലെ ബിൽഡിംഗ് പാർഷ്യലാണോ കംപ്ലീറ്റ് ആയിട്ടാണോ ചെയ്യുന്നത്, യെസ് ഓർ നോ അനുയോജ്യമായത് കൊടുക്കണം. അതിനുശേഷം കൊടുക്കേണ്ടത് വൺ ടൈം ടാക്സ് റെസിപ്റ്റും അതിൻ്റെ ഡേറ്റുമാണ്. വൺ ടൈം ടാക്സ് റെസിപ്റ്റ് നമ്പർ അതുപോലെ തന്നെ ഡേറ്റും, ഇത് രണ്ടും വില്ലേജ് ഓഫീസിൽ നിന്നാണ് ലഭിക്കുന്നത്. നമ്മുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്ലാനുമായിട്ട് വീട് പണി തീർന്നതിന് ശേഷം വില്ലേജിനെ സമീപിച്ച് അവിടെ നിന്നും അതിൻ്റെ ടാക്സ് അടച്ച് അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ആ ടാക്സിൽ വരുന്ന വൺ ടൈം ടാക്സ് റെസിപ്റ്റ് നമ്പരും അത് ലഭിച്ച ഡേറ്റുമാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് അസസ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ബിൽഡിംഗ് സോണാണ് ആദ്യത്തേത്. ഇവിടെ പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നിങ്ങനെ ഓരോ മേഖലയെയും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഇതിന് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രാഥമികം എന്നാൽ ഇപ്പം ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ ആ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൻ്റെ ഒരു 500 മീറ്റർ ചുറ്റളവിലുള്ളതൊക്കെ പ്രൈമറിയാണ്. റോഡ് ടൈപ്പിൽ ഏത് ടൈപ്പ് റോഡാണ് അതിലേക്കൂടെ കടന്നു പോകുന്നത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മീറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനും കുറച്ചുകൂടെ ഉള്ളിലോട്ട് വരുന്നത് സെക്കൻഡറിയാണ്. തീരെ ഗ്രാമപ്രദേശം ഉള്ളിലുള്ള ഏരിയയാണ് ടെർഷ്യറി എന്ന് പറയുന്നത്, തൃതീയ മേഖല എന്ന് പറയുന്നത്. അതുപോലെ അവിടെ നമ്മുടെ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന റോഡ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ റോഡ് ടൈപ്പ് സെലക്ട് ചെയ്ത് അത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനടിസ്ഥാനത്തിലാണ് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ എന്ന് വരുന്നത്. ഇതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നാലും നമ്മളവിടെ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് അത് കറക്റ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാനുള്ള അവസരം തരുന്നതാണ്. ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ ടാക്സ് എമൗണ്ട് നിശ്ചയിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ അസസ്മെൻറ്റ് എന്നൊരു ഏരിയ വരുന്നത്. അതുപോലെ ഇവിടെ പ്രധാനപ്പെട്ടത് നിയറസ്റ്റ് ഡോർ നമ്പർ, ഈ കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ ഡോർ നമ്പർ, കെട്ടിട നമ്പറാണ് അവിടെ കൊടുക്കേണ്ടുന്നത്. എവിടെയാണ് തിരിച്ചറിയാൻ വേണ്ടിയൊക്കെയാണ്. അതിനോട് ഒപ്പം തന്നെ നിയറസ്റ്റ് റോഡ് നെയിമും കൊടുക്കണം. നമ്മുടെ ബിൽഡിംഗ് നിലനിൽക്കുന്നതിന് അടുത്തുകൂടി കടന്നു പോകുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള റോഡ് ഏതാണെന്ന് അവിടെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ ടോട്ടൽ ഡോർ നമ്പർ റിക്വയർഡ്, എത്ര ഡോർ നമ്പർ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ ഒറ്റ സിംഗിൾ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരെണ്ണം മാത്രം കൊടുത്താൽ മതി, ഒറ്റ നമ്പർ കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് ചില ബിൽഡിങ്ങിൽ പല കടമുറികൾ തിരിക്കും. ഒരു ബിൽഡിംഗ് കെട്ടിയതിന് ശേഷം പല കടമുറികളായിട്ട് തിരിക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. അങ്ങനെ ആകുമ്പോൾ ഓരോ കടമുറിക്കും ഓരോ നമ്പറായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിൽ എത്ര നമ്പർ വേണമെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കേണ്ടി വരും. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് തൊട്ട് താഴെ ഡോർ നമ്പർ, നമ്മൾ മുകളിൽ എത്ര ഡോർ നമ്പർ കൊടുത്തോ അതനുസരിച്ച് തൊട്ട് താഴെ വരുന്നതാണ്. കൂടുതൽ ഡോർ നമ്പർ കൊടുത്തെങ്കിൽ അതനുസരിച്ച് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അടുത്തത് ഫ്ലോർ നെയിം എന്നുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ അത്, ബാക്കി ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓക്കുപ്പൻസി ടൈപ്പ്, അത് റെസിഡൻഷ്യൽ, റിസോർട്ട്, അങ്ങനെ ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അനുയോജ്യമായത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്ത ഡോർ പ്ലിന്ത് ഏരിയ ആണ്. ഇത് സ്ക്വയർ മീറ്ററിലാണ് അതെല്ലാം കൊടുക്കേണ്ടത്. അത് എഞ്ചിനീയറുടെ സഹായത്തോടു കൂടി ഫില്ല് ചെയ്യേണ്ടതാണ്. അതിന് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാവുന്നവർക്കാണ് അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്. അടുത്തത് ഡോർ ടൈപ്പാണ്. ന്യൂ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷനുണ്ട്, ഓൾട്രേഷനും അതുപോലെ എക്സ്റ്റൻഷനും ഉണ്ട്. ഇതിൽ അനുയോജ്യമായത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ന്യൂ കൺസ്ട്രക്ഷന് അത് തന്നെ കൊടുക്കണം പുതിയ ബിൽഡിങ്ങിന്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് കൊടുത്താൽ അതവിടെ ലിസ്റ്റായി വരുന്നതും കാണാം. വീണ്ടും പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്ക് കൊടുക്കേണ്ടുന്നത് ബിൽഡിംഗ് അസസ്മെൻറ്റ് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടുന്നത്. ഇതിൽ ഫ്ലോർ ഏരിയ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ റൂഫ് ടൈപ്പ്, ഫ്ലോർ ടൈപ്പ് തുടങ്ങിയവയൊക്കെ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ എഞ്ചിനീയറുടെ സഹായത്തോടു കൂടി ഫില്ല് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. കുറേയൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്.
ഇവിടെ ബിൽഡിംഗ് യൂസേജും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ടാക്സ് റേറ്റ് സംബന്ധമായിട്ടുള്ള എമൗണ്ട് വരുന്നതാണ്. ഇവിടെ ഞാൻ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി കൊടുത്തിട്ടുള്ള എമൗണ്ടിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് കറക്റ്റായിട്ടുള്ളതല്ല. ഫ്ലോർ ഏരിയയും പ്ലിന്ത് ഏരിയയും സംബന്ധിച്ചൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ എഞ്ചിനീയറുടെ സഹായത്തോടു കൂടി കൊടുത്തെങ്കിൽ മാത്രമേ കറക്റ്റ് ഫിഗർ ഇവിടെ വരികയുള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടുന്നതും. ഇവിടെ റെൻറ്റ് പർപ്പസിനുള്ളതാണോ, ഓണർ അല്ലാതെ മറ്റൊരാളിലാണോ അപേക്ഷകൻ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാനിവിടെ നോയാണ് കൊടുത്തിരിക്കുന്നത്. തുടർന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ എസ്റ്റിമേറ്റ് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് ടാക്സ് സംബന്ധമായ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നതാണ്. അതിനും താഴോട്ട് വന്ന് പ്രൊസീഡ് കൊടുത്ത് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഇവിടെ 5 MB താഴെയുള്ള PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെൻറ്റ്സാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഡോക്യുമെൻ്റ് നമ്പരും എടുത്ത തീയതിയും ഡോക്യുമെൻ്റ് ഡേറ്റും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ആദ്യം വേണ്ടുന്നത് ഒന്നാമത്തേത് ബിൽഡിംഗ് പെർമിറ്റ് അല്ലെങ്കിൽ റെഗുലറൈസേഷൻ ഓർഡറാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ബിൽഡിംഗ് കംപ്ലീഷൻ പ്ലാനാണ്. മൂന്നാമത്തേത് ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റാണ്. അത് നേരത്തെ നമ്മൾ ഡേറ്റും നമ്പരും ഒക്കെ കൊടുത്തതാണ്. നാലാമത്തേത് വൺ ടൈം ടാക്സ് റെസിപ്റ്റാണ്. വില്ലേജിൽ അടച്ച ടാക്സ് റെസിപ്റ്റാണ്. അതിൻ്റെയും ഡേറ്റും ഡോക്യുമെൻ്റ് നമ്പരും ഒക്കെ നേരത്തെ കൊടുത്തതാണ്. ഇവയെല്ലാം അപ്ലോഡ് ചെയ്യണം. ഇവയെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഓരോന്നും അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമ്മളൊരു പ്രിവ്യൂ പേജിലേക്ക് പോകുന്നതാണ്. പ്രിവ്യൂ പേജ് പരിശോധിച്ച് നോക്കിയതിന് ശേഷം താഴെ വന്ന് വീണ്ടും പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ഒരു ഡിക്ലറേഷനാണ്. അവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം താഴെ വന്ന് വീണ്ടും പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം OTP വെരിഫിക്കേഷനാണ്. നമ്മൾ ആദ്യം കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് അവിടെ ഗെറ്റ് OTPയിൽ പ്രസ് ചെയ്താൽ അവിടേക്ക് OTP വരുന്നതും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ആയതുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം അന്വേഷണങ്ങൾ ബിൽഡിംഗ് നമ്പർ ഇടുന്നതുമായി ആ ഒരു പ്രോസസ്സുമായി വന്നതുകൊണ്ടാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എൻജിനീയറുടെയും ഒക്കെ സഹായത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചന നൽകാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞ ശേഷം ലോക്കൽ ബോഡി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിംഗ് ഉടമയുടെ ലോഗിനിൽ മൈ ബിൽഡിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ മെനുവിൽ ബിൽഡിംഗ് നമ്പർ ലഭ്യമാകും എന്നാണ് K-Smartൽ നിന്നും അറിയുവാൻ സാധിച്ചത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.